ആശ്ചര്യകരമെന്ന് പറയട്ടെ, 2.5 ലക്ഷത്തോളമുണ്ട് നമുക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള അപേക്ഷ. അതെങ്ങനെ സംഭവിച്ചു? ഒരിക്കലും ഒരു നിയോജക മണ്ഡലത്തിൽ 2500 3000 ഒന്നും ഷിഫ്റ്റ് ചെയ്യാനുണ്ടാവില്ല. ചില മണ്ഡലങ്ങളിൽ 5000-ലധികമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്ന് അപ്പുറത്ത് താമസമില്ലെങ്കിലും കുറെ ആളുടെ വോട്ടുകൾ മാറ്റാനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടിക ഫെബ്രുവരി 21-ന് അന്തിമ പട്ടിക എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പട്ടിക ഒരുപാട് അപാകതകൾ നിറഞ്ഞതാണ്. ഇതുവരെ ഹിയറിംഗ് പൂർത്തിയായിട്ടില്ല. ഹിയറിംഗ് പൂർത്തിയായിട്ടല്ലേ നമുക്ക് വോട്ടർ പട്ടിക കിട്ടുക, അന്തിമമാക്കാൻ കഴിയുക? എന്താ ഹിയറിംഗ്? 24 ലക്ഷം വോട്ടർമാരുടെ വോട്ട് വെട്ടിയിട്ടാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അതിനു പുറമെയാണ് പ്രസിദ്ധീകരിച്ച പട്ടികയിലുള്ള 19,32,000 പേർ നോൺ മാപ്പിംഗ് വിഭാഗത്തിൽപ്പെടുന്നവർ. ആ 19,32,000 ആളുകളോടാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഇവിടെ ജനിച്ചതാണെന്നുള്ള പൗരത്വ തെളിയിക്കണം. വിജയകുമാറിന് കിട്ടാതിരുന്ന മഹാഭാഗ്യം. വിജയകുമാർ ഇവിടെ ജനിച്ചു എന്നുള്ള പൗരത്വ രേഖ കൊണ്ടുവരണമെന്ന് പറയാത്തത് മഹാഭാഗ്യം. അപ്പോ രാജാജി മാത്യുമാരെ പോലെ 19,32,000 ആളുകൾക്ക് ജനന രേഖകൾ തെളിയിക്കാൻ, അത് ജനരേഖ എന്ന് പറഞ്ഞാൽ പൗരത്വ രേഖയാണ്. അപ്പൊ SIR പൗരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലുള്ള നടപ്പാക്കലാണ്. ആ 19,32,000 ആളുകൾ മാപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് വെട്ടിയാൽ പട്ടികയിൽ പേരുള്ളവരും പുറത്തായി. പട്ടികയിൽ നേരത്തെ പേരുണ്ടായിരുന്ന 5 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 4 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ, അവർ 24 ലക്ഷത്തെ വെട്ടി. അതിനു പുറമെ പട്ടികയിൽ പേരുള്ളത് കൊണ്ട് ആശ്വസിക്കുന്നു ഞാൻ. പക്ഷെ അവർക്ക് കൊടുത്തിരിക്കുന്നു, നിങ്ങളിവിടെ ജനിച്ചു എന്നുള്ള രേഖ തെളിയിക്കണം. അത് 19,32,000. ചുരുക്കി പറഞ്ഞാൽ ആ 19,32,000 ഹിയറിംഗ് പൂർത്തിയായില്ല. അത് പൂർത്തിയായതിനു ശേഷം മാത്രമേ അതിൽ എത്ര ലക്ഷം ഒഴിവാകുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ചുരുക്കത്തിൽ കേരളത്തിൽ 44 ലക്ഷം വോട്ടർമാരുടെ വോട്ട് കളയാനുള്ള ബീഹാർ മോഡലാണ്. ഇവിടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കേന്ദ്ര സർക്കാർ ചട്ടുകമാക്കി മാറ്റി, സുപ്രീം കോടതി വിധി പോലും കാറ്റിൽ പരത്തി, നിഷ്പക്ഷമായ ഒരു ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കണമെന്ന സുപ്രീം കോടതിയുടെ വിധി നിലവിൽ നിയമമില്ലാതിരിക്കുമ്പോൾ സുപ്രീം കോടതി വിധിയാണ് നിയമം. സുപ്രീം കോടതി അന്ന് പറഞ്ഞു, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, ഈ 3 പേരടങ്ങുന്ന ഒരു സമിതിയായിരിക്കണം ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കേണ്ടത്. ആ വിധി കാറ്റിൽ പരത്തി. എന്നിട്ടാണ് 12 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ യഥാർത്ഥ വോട്ടർമാരെ വെട്ടിമാറ്റാനും അനർഹരെ, വ്യാജന്മാരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റാനുമുള്ള നീക്കമുണ്ടായത്. അതുകൊണ്ടാണ് ഈ പ്രതിഷേധം. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇക്കാര്യം ഗൗരവത്തിൽ എടുക്കണം. ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താ? 21-ന് പ്രസിദ്ധീകരിക്കുന്ന പട്ടിക അന്തിമമല്ല. അത് കിട്ടിയാൽ പരാതി താങ്കൾക്ക് സമർപ്പിക്കാൻ, രേഖകൾ സഹിതം പരാതി സമർപ്പിക്കാൻ അവസരം നൽകണം. എന്നിട്ട് മതി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും അപ്പീൽ അധികാരം ഉപയോഗിക്കൽ. ഓരോ വ്യക്തിയും തിരുവനന്തപുരത്ത് അപ്പീൽ കൊടുക്കാനുള്ള, ഹിയറിംഗിന് വേണ്ടി വരാനുള്ള വിധത്തിൽ സാഹചര്യം ഉണ്ടാക്കരുത്. ആദ്യം ചെയ്യേണ്ടത് ഇത് അപാകത നിറഞ്ഞതാണ് എന്ന് ബോധ്യമായി അത്തരമൊരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ അപാകതകൾ സംബന്ധിച്ച് പരാതി കൊടുക്കാനുള്ള അവസരമുണ്ടാക്കണം. എന്നിട്ട് ഒരു പട്ടിക കുറ്റമറ്റ രീതിയിൽ പ്രസിദ്ധീകരിക്കണം. അതിന്മേൽ വ്യക്തികളായവർക്കുള്ള പരാതി അപ്പീലായി കൊടുക്കാൻ അവസരമുണ്ടാവണം. ഇതാണ് ഞങ്ങൾ പറയുന്നത്.
ഇത് തികച്ചും ന്യായമാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലേക്ക് ഇത്തരം ഒരു ബഹുജന മാർച്ച് LDF സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു.